ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. നെതന്യാഹുവിന് ഭക്ഷണം കഴിച്ചിട്ട് ദഹിക്കുന്നില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഉടൻ തന്നെ അടിയന്തര ശസ്ത്രക്രിയക്ക് നെതന്യാഹുവിനെ വിധേയമാക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. നെതന്യാഹുവിനെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന വാർത്ത. ഇസ്രായേലിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഭരണത്തലവനായ നെതന്യാഹു പ്രധാനമന്ത്രി അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമായിരിക്കുന്നു. അദ്ദേഹം ശസ്ത്രക്രിയക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് സന്ദേശമൊക്കെ നൽകിയിരുന്നു. ഏതായാലും ഗസയിലെ അവസാന ആശുപത്രിയും തകർത്ത് രോഗികളെ വഴി ആധാരമാക്കിയതിന് തൊട്ടു പിന്നാലെ നെതന്യാഹുവിന് ഈ ഒരു ദുരവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പെട്ടെന്നാണ് ആരോഗ്യ വഷളായത്. നെതന്യാഹുവിന് ഒരുപക്ഷേ ഒരു വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധിയായിട്ട് ഇത് മാറും. കാരണം ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കന്മാരെ വധിച്ചതിന് ശേഷം ഒരുപക്ഷേ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന സൈനികരെ വധിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെ നേതൃത്വ നിരയിലെ പ്രമുഖരെ വധിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഹിസ്ബുള്ളയുടെ ഹസൻ നസ്രുള്ളയെ വധിച്ചു. അങ്ങനെ നേതൃത്വ നിരയിലുള്ളവരെ മുഴുവനും ശത്രുനിരയിൽ നേതൃത്വ നിരയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വധിച്ചതിന് ശേഷം ഇപ്പോൾ നെതന്യാഹു ആശുപത്രിയിലായിരിക്കുന്നു. ഗസയിലെ ആശുപത്രി തകർത്ത അതേ ദിവസം തന്നെ നെതന്യാഹുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. നെതന്യാഹുവിന് ശാപമാണോ എന്ന് പോലും ഒരുപക്ഷെ സംശയിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. നെതന്യാഹുവിന് ഭക്ഷണം കഴിച്ചിട്ട് ദഹിക്കുന്നില്ല, അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് വലിയ ആശങ്ക ലോകത്ത് ഉടനീളം കടന്നു പോവുകയാണ്. ഇസ്രായേലിൽ ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കേണ്ടി വരുമോ എന്നുള്ള അവസ്ഥ പോലും അവിടെ സംജാതമായിരിക്കുന്നു. ഹൂത്തികളിൽ നിന്ന് നിരന്തരമായ ആക്രമണം നേരിടുന്ന ഘട്ടത്തിലാണ് നെതന്യാഹു ഈ ആശുപത്രി വാസത്തിലേക്ക് പോകുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്.